ചുമ്മാ വീട്ടിലിരുന്നാൽ പറ്റത്തില്ലല്ലോ. UK വന്നെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വീട്ടിലിരിക്കാൻ പറ്റുമോ? അതാ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. തണുപ്പ് കുറവാ, എങ്കിലും മുഖത്തോട്ട് തണുപ്പടിക്കുന്നു. അതിനാ ഞാനിങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. 4 മാസം നാട്ടിൽ നിന്നിട്ട് വന്നതല്ലേ, അപ്പം അവിടുത്തെ ആ ചൂടിനും തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്ക് അടുത്ത തണുപ്പായപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി പിടിച്ചാലോ നമ്മളെ കോൾഡ് ഫീവറൊക്കെ. അതുകൊണ്ടാണ് മുഖം കൂടെ കവർ ചെയ്തിട്ട് പോകുന്നത്. നല്ല വെയിലുണ്ട്, എങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. പ്രോപ്പർ ലണ്ടൻ അല്ല കേട്ടോ ഇത്. ലണ്ടനിൽ നിന്ന് ഒരു 35 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ അമ്മക്കിളി ലണ്ടൻ തെരുവിൽ കൂടെ ഒരു യാത്രയാണ്. കുറേ പേര് എന്നോട് നാട്ടിൽ ചെന്നപ്പോൾ ചോദിക്കും, ഓ ബോറടിക്കത്തില്ലയോ നിങ്ങൾക്ക് ഇങ്ങനെ പെരക്കകത്ത് തന്നെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്തിനാ ഈ പെരക്കകത്ത് തന്നെ ഇരിക്കുന്നത്? നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങാമല്ലോ, നടക്കാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇച്ചിരി വെയിൽ കണ്ടുകൊണ്ട് ഞാൻ നടക്കാൻ ഇറങ്ങി. തണുപ്പാണ്, എന്നാലും വെയിലിൻ്റെ ഒരു ചൂട് കൊണ്ട് നടക്കാമെന്നുള്ള ഒരു മനസ്സിനൊരാഗ്രഹം. വെറുതെ കുത്തിയിരുന്നിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നാൽ പോരാല്ലോ, എക്സസൈസ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. നല്ല വെയിലാണ് കേട്ടോ, പക്ഷെ വെയിലിന് ചൂട് കൊണ്ട് അതിനോട് ചേർന്ന് തണുപ്പുണ്ട്. അപ്പം ഞാൻ വാക്കിങ് ഒന്ന് പോയിട്ട് ഒരു 1 അവർ വാക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. നിങ്ങൾ വിചാരിക്കുകയും നിൽക്കുന്നതെല്ലാം മരങ്ങൾ ഉണങ്ങി നിൽക്കുവാന്ന്. മക്കളെ, മരങ്ങളൊന്നും ഉണങ്ങിയല്ല നിൽക്കുന്നത്. ഇവിടെ എല്ലാം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയ്ക്കും മരങ്ങളെല്ലാം ഇല ഇല്ലാതായിരിക്കും നിൽക്കുന്നത്. അത് എല്ലാ മരങ്ങളും ഇങ്ങനെ ഇലകളെല്ലാം പോയി നിൽക്കുവാണ്. ഈ സമയത്ത് മരം ഇങ്ങനെ തളിർത്ത് നിൽക്കുക. ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളെല്ലാം നല്ല നമുക്ക് കാണത്ത കോലം വരും. ഇലകളെല്ലാം വന്നു കഴിയുമ്പോൾ നല്ല തളിർത്ത ഇലയായിരിക്കും കേട്ടോ, നല്ല കിളുന്നില, കാണാൻ നല്ല ഭംഗിയായിരിക്കും. കിളിർപ്പ് നാമ്പ് വന്നിട്ടുണ്ട്. ഞാനൊരു കട്ട് റോഡിലാണ് നടക്കുന്നത് കേട്ടോ. അധികം ആളില്ല, അതുകൊണ്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് നല്ല ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് നടക്കാൻ പറ്റും. വണ്ടികൾ മാത്രം പോകുകയും വരികയും ചെയ്യുന്നുണ്ട്. നടന്നിട്ട് വരട്ടെ. ഇവിടെയൊക്കെ എത്ര അറിയാത്തവർക്കും നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. റോഡ് കണ്ടോ, സൈക്കിളിൽ പോകാൻ തനി വഴിയുണ്ട്, വണ്ടികൾക്ക് പോകാൻ തനി വഴിയുണ്ട്, നമുക്ക് നടക്കാൻ തനി വഴിയുണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോകാം. പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് ഈ ബോക്സ് കാണുന്നില്ലേ, ഈ ബട്ടണിൽ പിടിച്ച് അമർത്തിയാൽ മതി. അന്നേരം ഇങ്ങനെ സിഗ്നലുകൾ കാണിക്കും. അന്നേരം നമ്മൾ അതിനനുസരിച്ച് സിഗ്നൽ വരും, നമുക്ക് അന്നേരം റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വിശേഷമായിട്ട് വരാം.